എവിടെ നോക്കിയാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങളാണ് അവരുടെ നേട്ടങ്ങളെപ്പറ്റി. അത് യൂട്യൂബിലായാലും പത്രത്തിലായാലും സിനിമയുടെ ഇടയ്ക്കുള്ള പരസ്യത്തിലായാലും ടി വിയിലായാലും ഒക്കെ അത്. ഇത് കണ്ടാൽ നമ്മളെന്ന് വെച്ചാൽ അത് വിശ്വസിച്ചിരിക്കും. പക്ഷെ ഒരാൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയപ്പോഴല്ലേ കാര്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പോകും. അമ്മാതിരി കാര്യങ്ങളാണ്. ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കാണാം. कुछ दिनों पहले न्यूज़पेपर्स में एक इश्तिहार आया। इस इश्तिहार में मोदी जी हैं और हमारे साथ एक लेडी है। थैंक्स टू द पीएम्स आवास योजना आई हैव गॉट अ रूफ ओवर माई हेड। मतलब प्रधानमंत्री की जो योजना है, घर देने की आवास योजना है, उसकी वजह से मेरे घर पे मुझे अब छत मिल गई है और मेरे जैसे 24 लाख लोग और हैं जिनको छत मिल गई है और अब हम आत्मनिर्भर हो गए हैं। तो वी फाउंड द लेडी एंड वी हैव टू टॉक टू हर। नमस्ते लक्ष्मी जी। नमस्ते मैडम जी। ये फोटो आपकी है? हाँ। अच्छा, और ये कब ली? एक तो हम गंगा सागर बाबूघाट में काम कर रहे थे, 15 को हम लोग का काम खत्म हो गया शुक्रवार को। आपको लगता है तब ली? तो हमको ये पता नहीं है कब लिए, समझे। हम तो बोल रहे हैं सो के उठे तो सभी बोल रहे आपका पेपर में फोटो आ गया। तो हम बोला काहे झूठ सब बोल रहे हैं। तो हम देखे तो बोला सही में मेरा फोटो मैं कहाँ लिया हमको ये पता नहीं है। हम बाबूघाट में काम किए, इतना हमको पता है कि हम 10 दिन काम किए थे बाथरूम घर में। हाँ, तो ये घर आपका है? नहीं ये घर मेरा नहीं है। घर आने से हमें झोपड़ी में रहेंगे। आप ही लोग देखिए, ये घर परिचय एक बार घर दिखा दीजिए ऑडियंस को। तो ये घर इनका है। ये तो भाड़ा का घर है मैडम, 500 रुपये भाड़ा चलते हैं। तो आपका खुद का घर नहीं है? नहीं नहीं, इस इश्तिहार में लिखा है कि प्रधानमंत्री आवास योजना के तहत आपको ये घर मिला। तो ये सही है या ये तो गलत है? गलत है, ये झूठी बात है। അതായത് അത് ശുദ്ധ നുണയാണെന്ന് ആ സ്ത്രീ പറയുക. ഒരു പാവപ്പെട്ട ഗ്രാമീണ സ്ത്രീ പറയുകയാണ് പ്രധാനമന്ത്രി ഈ പറഞ്ഞ കാര്യം ഈ പരസ്യത്തിൽ പറഞ്ഞ മുഴുവൻ തെറ്റാണ്. എന്താണ് പരസ്യത്തിൽ പറയുന്നത്? പ്രധാനമന്ത്രിയുടെ കൂടെ ഈ സ്ത്രീ നിൽക്കുന്നു, അവർക്കൊരു വീട് കിട്ടിയിരിക്കുന്നു. ഇതുപോലെ 24 ലക്ഷം പേർക്ക് വേറെയും കൊടുത്തിട്ടുണ്ടെന്നാണത്. അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇവരെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരു കൂലി തൊഴിലാളിയാണ്, 500 രൂപ വാടകയ്ക്കുള്ള ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. കുറേ അംഗങ്ങളുണ്ട്, മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവർ കഴിയുന്നത് വളരെ അരിഷ്ടിച്ചിട്ടാണ്. ഒരു റൂമേ ഉള്ളൂ, അതിൽ ബാത്റൂം എന്നുള്ള സംഭവമില്ല. ഇവർ ചിലപ്പോൾ ഈ അമ്മയും അച്ഛനൊക്കെ കിടക്കുന്നത് പുറത്താണ്. അത്രയും അസൗകര്യങ്ങൾ നിറഞ്ഞ ഒരു അതായത് വീടില്ലാത്തൊരു വ്യക്തിയെ കാണിച്ചിട്ട് വീടുണ്ട് എന്നാക്കി. മാത്രമല്ല ഇത് എങ്ങനെ ഉണ്ടായി? ഇവർ പറഞ്ഞു ഞാൻ പുറത്ത് പോയിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ദിവസം എനിക്ക് പുറത്ത് ഒരു വീടിൻ്റെ കക്കൂസിൻ്റെ പണിക്ക് ഞാൻ പോയി. അന്ന് ആരും എടുത്തിരുന്നു ഫോട്ടോ, പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഇത് ഇതിനാണെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം ഇത് പത്രത്തിൽ വന്നപ്പോൾ അയൽക്കാർ പറഞ്ഞു നിങ്ങളുടെ പേപ്പറിലല്ലേ നിങ്ങളുടെ ഫോട്ടോ. ഞാൻ നോക്കുമ്പോൾ പ്രധാനമന്ത്രി ഞാനും കൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ. അപ്പോൾ എന്താണ് സത്യത്തിലുണ്ടായത്? 5 പൈസ ഇവർക്ക് കിട്ടിയിട്ടില്ല, ആരും അവരെ കാണാൻ പോയിട്ടുമില്ല. എന്നിട്ട് വെറുതെ ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കിയിട്ട് ഈ ഇലക്ഷൻ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പരസ്യമാണ്. ആ പരസ്യം ഉണ്ടാക്കാൻ അല്പം പൊട്ടത്തരവും കുറച്ച് ഫോട്ടോഷോപ്പും മതി. ഫോട്ടോഷോപ്പുള്ളവൻ ഇത് ചെയ്യും, പക്ഷേ പൊട്ടത്തരമുള്ളവരാണ് ഇത് പരസ്യമായിട്ട് കൊടുക്കുള്ളൂ. ഇതിനെപ്പറ്റി ഒരു കേന്ദ്രമന്ത്രിയോട് ഒരു MP ചോദിച്ചു മാധ്യമപ്രവർത്തകർ, ഒന്നും വേണ്ടിയില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലൊരു അന്വേഷണമോ ഒരു സഹായമോ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇത്രയും കഷ്ടപ്പാടായിട്ട് ജീവിക്കുകയാണ്. അത്തരം പാവപ്പെട്ട ആൾക്കാരെ ഫോട്ടോ അവരറിയാതെ എടുത്തിട്ട് ഈ പരസ്യം കൊടുക്കുകയാണ്. എന്തുമാതിരി നാണക്കേടാണെന്ന്.